കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുവെങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഇന്ന് ആരാധനയ്ക്ക് കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും കഴിഞ്ഞ ദിവസം യാത്രയിലായിരുന്നു. പ്രിയ സോബിൻ്റെയും അക്സയുടെയും വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഫിലദൽഫിയയിൽ വെച്ച് നടക്കുവാൻ കർത്താവ് ഇടയാക്കി. ഇവിടെ ഇരിക്കുന്നവരിൽ ചിലർക്കും അതിൽ പോയി പങ്കെടുക്കുവാൻ കർത്താവ് അവസരത്തെ നൽകി. മംഗളകരമായ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷയൊക്കെ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം യാത്ര ചെയ്യുന്നവർ പലരും യാത്രയിലായിരിക്കുന്നു. ഞങ്ങളും ചിലരൊക്കെ യാത്ര ചെയ്ത് ഇടയ്ക്ക് യാത്രയിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഇന്നലെ 9:30 വൈകുന്നേരം 9:30 മുതൽ രാവിലെ 7 o'clock വരെ ഡാളസ് എയർപോർട്ടിൽ ഇരിക്കുവാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ 7 മണിക്ക് ഡാളസിൽ നിന്നും കയറി കുറച്ച് മുമ്പേ വീട്ടിലെത്തിച്ചേരുവാൻ കർത്താവ് അവസരത്തെ തന്നു. അങ്ങനെ ആരാധനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് തന്ന നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റു പല പ്രിയപ്പെട്ടവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ യാത്രയിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സോബിൻ്റെയും അക്സയുടെയും അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അവരുടെ മേൽ പകർന്ന് അവിടുന്ന് അവരെ ബലപ്പെടുത്തേണ്ടതിന് സഭയായി നമുക്ക് പ്രാർത്ഥിക്കുകയും അവരെത്രയും വേഗം ഇവിടെ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ അവസരങ്ങളെ ദൈവം തരുന്ന കൃപയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. So shall we share a few thoughts from Psalms 148? നമുക്കറിയാം 146 മുതൽ 150 വരെയുള്ള 5 സങ്കീർത്തനങ്ങൾ. The last 5 Psalms, they begin with, what is the word in the beginning of those Psalms? Praise the Lord. And each of these Psalms end with the same phrase, praise the Lord. And the Hebrew word for that is a single word, hallelujah. So all these 5 Psalms, ഈ 5 സങ്കീർത്തനങ്ങളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഹല്ലേലൂയ എന്നുള്ളതായ ആ പദത്തിലാണ്. So we call these Psalms usually as the Hallelujah songs. ഹല്ലേലൂയ സോങ്സ് എന്ന് സാംസ് എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളതായ ഒരു ഹല്ലേലൂയ ഗീതമാണ് നാം ഇന്നിവിടെ വായിച്ചത്. നാം കുറച്ച് മുമ്പ് പാടിയതായ പാട്ടിൻ്റെ വരികളും ഇതിലെ വരികളും ഒക്കെ ഏതാണ്ടൊക്കെ ഒത്തിരി കോമൺ ആയിട്ടുള്ള വരികൾ അതിനകത്തുണ്ടല്ലോ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ലിസൺ കെയർഫുള്ളി. So in this psalm, this is actually a universal choir. Everybody in the universe, both living and non-living beings, എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു യൂണിവേഴ്സൽ സോങ് ഓർ യുവർ യൂണിവേഴ്സൽ ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ സങ്കീർത്തനത്തിന് പേര് കൊടുക്കാം. അതിലെ 1-ാമത്തെ വാക്യം നോക്കുക. ആരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? Verse 1, praise the Lord from the heavens. Praise the Lord from the heavens. Verse 7, praise the Lord from the earth. അപ്പോൾ ഈ സങ്കീർത്തനത്തെ പൊതുവെ രണ്ടായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിൽ praise him from the heavens, സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗങ്ങളിൽ നിന്ന് അവിടെയുള്ള എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവരും എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല, ഏഞ്ചൽസ് മാത്രമല്ല, ഓൾ ഗോഡ്സ് ക്രിയേഷൻ, സ്റ്റാർസ്, സൺ, മൂൺ, സ്റ്റാർസ്, എവരിതിങ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാണ് ആദ്യത്തെ 6 വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ദ ലോർഡ് ഫ്രം ദ എർത്ത്, ഭൂമിയിലുള്ളതായ എല്ലാവരെയും അവരെ ആഹ്വാനം ചെയ്യുകയാണ് സങ്കീർത്തനക്കാരൻ. യു ഓൾ കം ടുഗദർ ആൻഡ് ലെറ്റ് us sing praises to the Lord. നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതായ ആ കൂട്ടത്തിൽ, ഭൂമിയിൽ നിന്ന് സ്തുതിക്കുന്ന കൂട്ടത്തിൽ ഭൂമിയിലുള്ളതായ പർവ്വതങ്ങളുണ്ട്, കുന്നുകളുണ്ട്, മൃഗങ്ങളുണ്ട്, ഇഴജാതി ജന്തുക്കളുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, ബാലന്മാർ, വൃദ്ധന്മാർ. നമ്മൾ പാടിയതുപോലെ ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ, ഇവരെല്ലാവരും അങ്ങനെ പാടുകയാണ്. അവരും ലെറ്റ് ദം പ്രൈസ് ദ നെയിം ഓഫ് ദ ലോർഡ്. 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ. 2 കാര്യം കൂടെ അതിനകത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, 5-ാമത്തെ വാക്യത്തിൽ ലെറ്റ് ദം പ്രൈസ് ദ നെയിം ഓഫ് ദ ലോർഡ്. അവിടെ ലെറ്റ് ദം എന്ന് പറഞ്ഞേക്കുന്ന ആരാണ്? 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് സ്വർഗങ്ങളിലുള്ളതായ എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുകയാണ് ലെറ്റ് ദം പ്രൈസ് ദ നെയിം ഓഫ് ദ ലോർഡ്. അതിനൊരു കാരണം അവിടെ പറയുന്നു, ഫോർ, ബിക്കോസ് എന്ന് പറയുന്ന അതിൻ്റെ കാരണം എന്താണ്? 5-ാമത്തെ വാക്യം നോക്കുക. ലെറ്റ് ദം പ്രൈസ് ഹിസ് നെയിം ഫോർ ഓഫ് ദ ലോർഡ്. അവർ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അതിൻ്റെ കാരണം for he commanded and they were created. He established them forever and ever. He made a decree which shall not pass away. അപ്പോൾ സ്വർഗങ്ങളും
ഈ ഏഞ്ചൽസും ഈ മേഘങ്ങളും ഇതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർക്ക് വീണ്ടെടുപ്പിൻ്റെ ഗാനമൊന്നുമല്ല അവർ പാടുന്നത്. അവർ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ് കാരണം? You created us, God created us. He commanded and we were created. And you established us forever and ever. And you made a decree that will not pass away. ദൈവം ഞങ്ങളുടെ സൃഷ്ടാവാണ്. ദൈവം ഞങ്ങളെ ഇവിടെയൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ഓരോ ഗോളങ്ങളെയും ഓരോ ഗ്രഹങ്ങളെയും ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യുക? We are singing praises to God because God created us. God established us. He made a decree with us. Therefore, we are going to praise God. 7-ാമത്തെ വാക്യം മുതൽ വരുമ്പോൾ അവിടെയും പ്രൈസ് ദ ലോർഡ് ഫ്രം ദ എർത്ത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഭൂമിയിലുള്ളതായ ജന്തുക്കളും മനുഷ്യരും ബാലന്മാരും വൃദ്ധന്മാരും ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണം അവർക്ക് കുറച്ചുകൂടെ ബോധ്യം ആ കാര്യത്തിലുണ്ട്. അവരെന്താ പറയുന്നത്? ലെറ്റ് ദം പ്രൈസ് ദ നെയിം ഓഫ് ദ ലോർഡ് ഫോർ ഹിസ് നെയിം എലോൺ ഈസ് എക്സോൾട്ടഡ്. 13-ാമത്തെ വാക്യം. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നു, അവൻ്റെ മഹത്വം ആകാശത്തിനും ഭൂമിക്കും മേലായിരിക്കുന്നു. ആകാശത്തിനും ഭൂമിക്കും എന്നുള്ള 2 വാക്ക് നാം ശ്രദ്ധിക്കുക. ആദ്യത്തെ 6 വാക്യങ്ങളിൽ ആകാശവും ആകാശത്തിലുള്ളതും ഒക്കെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യങ്ങളിലേക്ക് ഭൂമിയിലുള്ളതൊക്കെ സ്തുതിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിലുള്ളവർ സ്തുതിക്കുമ്പോൾ അവർ പറയുന്നൊരു കാരണമുണ്ട്. യഹോവയുടെ നാമത്തിന് ഈ ആകാശവും ഭൂമിയും ഒന്നും അല്ല വിഷയം. ആകാശത്തിനും ഭൂമിയേക്കാളും ഉയർന്നിരിക്കുന്നതാണ് യഹോവയുടെ നാമം. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളവരൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാണ് 2-ാമത്തെ ഭാഗം അവസാനിക്കുന്നത്. So look very carefully. All the heavens, all the creations of God, all those who are above the skies or clouds, everything, everyone, they are going to praise God. And all those who are living in the earth, ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം അവർ യഹോവയെ സ്തുതിക്കട്ടെ. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അല്പം സമയം ഞാൻ 5 മിനിറ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒടുവിലത്തെ വാക്യമാണ്. ഈ 2-ൽ നിന്നും അല്പം കൂടെ വ്യത്യസ്തമായ കുഞ്ഞിനെ ഒന്ന് മാറ്റിക്കോ. ഓക്കെ, ഏറ്റു പറയാൻ പറ്റുന്നതായിരിക്കും ചിലപ്പോൾ അല്ലേ, ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നാം നോക്കുക, 14-ാമത്തെ വാക്യത്തിലേക്കാണ് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആദ്യത്തെ 6 വാക്യങ്ങളിൽ സ്വർഗത്തിലുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. 2-ാമത്തെ ഭാഗം 13-ാമത്തെ വാക്യം വരെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക ജനത്തെ അവിടെ നാം കാണുകയാണ്. അവർ യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കാര്യം നമ്മുടെ വായിക്കുന്നുണ്ട്. നോക്കുക, 14-ാമത്തെ വാക്യം നോക്കിക്കേ. He has exalted the horn of his people, the praise of all his saints, of the children of Israel, a people near to him. ആ വാക്യം നാം ശ്രദ്ധിച്ച് നോക്കിയാൽ 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. എന്തൊക്കെയാണെന്നുള്ളത്? തന്നോട് അടുത്തിരിക്കുന്ന ജനം, തന്നോട് അടുത്തിരിക്കുന്ന ജനം, എ പീപ്പിൾ ക്ലോസ് ടു ഗോഡ്, തന്നോട് അടുത്തിരിക്കുന്ന ജനം. അടുത്ത വാക്ക് എന്തായിരുന്നു? തന്നോട് അടുത്തിരിക്കുന്ന ജനമായി തൻ്റെ സകല ഭക്തന്മാരും, ഓർ സെയിൻസ്, വിശുദ്ധന്മാരും എന്ന് വാക്ക് നമുക്ക് പറയാം. അപ്പോൾ അവർ വിശുദ്ധന്മാരാണ്. പിന്നെ 3-ാമത്തേത് സ്വജനം, ദേ ആർ ഹിസ് ഓൺ പീപ്പിൾ. സ്വജനമാണ്. സ്വജനമായ കൊമ്പിനെ ഒരു വാക്കുണ്ടല്ലോ, തൻ്റെ സകല ഭക്തന്മാർക്കും തന്നോട് അടുത്തിരിക്കുന്ന ജനം 1-ാമത്തെ കാര്യം. 2-ാമത്തേത് ഇസ്രായേൽ മക്കൾ. സോ വി ആർ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അപ്പോൾ അടുത്തിരിക്കുന്ന ജനമാണ്, പീപ്പിൾ ഓഫ് ഇസ്രായേൽ എന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദേ ആർ ദ സെയിൻസ് ഓഫ് ഗോഡ്, ദേ ആർ ഗോഡ്ലി പീപ്പിൾ, ദൈവത്തിൻ്റെ ഭക്തന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന 4-ാമത്തെ ഒരു വിശേഷണമാണ് സ്വജനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വിഭാഗത്തിൽ നിന്നും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലുള്ള സകലതും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാൽ പ്രിയ ദൈവമക്കളെ നാം ഓർക്കുക, അതിനേക്കാളൊക്കെ വ്യത്യസ്തമായി ദൈവത്തെ പുകഴ്ത്തുവാൻ വേണ്ടി പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ പകർന്നിരിക്കുന്നതായ ഒരു ജനതയോട് ആണ് ഈ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതെന്ന് ഓർക്കണം. അതിവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരുമാണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് കൊടുത്തിരിക്കുന്ന 4 വിശേഷണ പദങ്ങൾ ഒന്നുകൂടെ ഞാൻ അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ പറയാം. നാം കൊടുത്തിരുന്ന സ്വജനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി ദൈവം നമ്മെ തീർത്തു. സ്വജനം എന്നൊരു വാക്ക്, ഭക്തന്മാരെന്നൊരു വാക്ക് നാം കാണുന്നു, അല്ലെങ്കിൽ സെയിൻസ് എന്നൊരു വാക്ക് നമ്മൾ കാണുന്നു. 3-ാമത് ഇസ്രായേൽ എന്നൊരു വാക്ക് അവിടെ കാണുന്നുണ്ട്. അവസാനം പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? ഓർഡർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്തായിരുന്നു? പീപ്പിൾ നിയർ ടു ഗോഡ്, ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനം. ഞാൻ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. പുതിയ നിയമത്തിൽ
ദൈവസഭയെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനേകം വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ വാക്ക് നോക്കുക, സ്വജനം എന്നുള്ളത് നോക്കിക്കേ. വി ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ലോകത്തിലുള്ളതായ ഒരു ജാതിക്കോ ഒരു രാജ്യത്തിനോ ഒന്നും പറവാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന ഓൾ ഗോഡ്ലി പീപ്പിൾ, all the believers, all children of God, everyone who is gathered here, who has come to worship God, നമുക്ക് പറയാൻ കഴിയുന്നൊരു വാക്കാണ് നാം വി ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. Can you remember any words in the New Testament says like that? സ്വജനം. 1 പത്രോസ് 2-ാം അധ്യായം 19-ാമത്തെ വാക്യം, നാമോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്വന്തം ജനവുമാകുന്നു അല്ലേ? സ്വന്തം ജനം. വി ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ. ലോകത്തിൽ അനേകം ജാതികളുണ്ട്, അനേകം വംശക്കാരുണ്ട്, അനേകം ഗോത്രക്കാരുണ്ട്, ട്രൈബൽസോ ഏതൊക്കെ പേരിൽ ആളുകളെ വിളിച്ചോട്ട്. എന്നാൽ നമുക്ക് പറവാൻ കഴിയുന്നൊരു കാര്യം, വി ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. സോ വി ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചതെന്നൊക്കെ ആ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. വി ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ. പിന്നെ അവിടെ നാം വായിക്കുന്ന വേറെ ഭാഗമാണ്, നാം യഹോവയുടെ ഭക്തന്മാരാണ്, അല്ലെങ്കിൽ യഹോവയുടെ വിശുദ്ധന്മാരാണ്. അതേ ആ വാക്യവും അതിൽ തന്നെ ആ കാര്യവും പറഞ്ഞിട്ടുണ്ട് അല്ലേ? നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും. വി ആർ എ ഹോളി നേഷൻ, വി ആർ എ ഹോളി പീപ്പിൾ, വി ആർ ദ ഗോഡ് സെയിൻസ്. ദൈവത്തിൻ്റെ വിശുദ്ധരാണ്. ലോകത്തിലെ ഒരു മനുഷ്യർക്കും എത്ര സമ്പന്നരാണെങ്കിലും എന്തുമാത്രം എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് പറവാനുണ്ടെങ്കിലും nobody can say that I am God's, we are God's own people. Only God's children who are sitting here, saved by God's grace, അവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് നാം ആരാണ്? നാം ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്. നാം ദൈവത്തിൻ്റെ ഹോളി പീപ്പിൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോഴൊക്കെ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കൊക്കെ ലേഖനം എഴുതുമ്പോൾ അവിടെ കൊരിന്തിലുള്ളതായ അങ്ങനെ അവരെ അഡ്രസ്സ് ചെയ്യാറുള്ളത് കൊരിന്തിലുള്ളതായ സകല വിശുദ്ധന്മാർക്കും എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. പല സഭകളെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ദേശത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെയുള്ളതായ വിശുദ്ധന്മാരെന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വി ആർ സെയിൻസ്, നമ്മൾ വിശുദ്ധരാണ് അല്ലേ? നമുക്കറിയാമല്ലോ, കാത്തലിക് ചർച്ചിലൊക്കെ ഒത്തിരി ആളുകളെയൊക്കെ ഇങ്ങനെ സെയിൻറ്റ് എന്ന് പറഞ്ഞ് ST എന്നൊക്കെ ചേർത്ത് പേരൊക്കെ കൊടുക്കാറുണ്ട്, വലിയ വലിയ വിശുദ്ധന്മാരെന്നൊക്കെ പറഞ്ഞ്. നമുക്ക് അങ്ങനെയുള്ളതായ പേരാരും നമുക്ക് ഇട്ടുതരേണ്ട കാര്യമില്ല. ഗോഡ് ഹിംസെൽഫ് ഹാസ് കോൾഡ് അസ് സെയിൻറ്റ്. എനിക്ക് ധൈര്യത്തോടെ പറയാം, എന്നെ ദൈവം വിളിക്കാൻ ആഗ്രഹിക്കുന്നൊരു പേര് സെയിൻറ്റ് ജോർജ് എന്ന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ആ ധൈര്യം നമുക്കുണ്ടായിരിക്കണം. നാം ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായിട്ട് നാം തീർന്നെങ്കിൽ അതിനുവേണ്ടി വളരെ ഒത്തിരി സുനഹദോസൊക്കെ കൂടി ധാരാളം ആളുകളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് വോട്ടിട്ട് വർഷങ്ങൾ കാത്തിരുന്നല്ല ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ബൈബിൾ സേസ് ദാറ്റ് എവ്രി വൺ ഹൂ accept Jesus as Savior, he is a saint of God. Not because of the holy things that he has done, not because of the sacred work that he is doing every day, not because of that. None of our whatever holy things we boast that we are doing, all these are like filthy rags before God. നാം ചെയ്യുന്ന എല്ലാ നീതി പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുൻപാകെ കറ പുരണ്ട തുണി പോലെ എന്നാണ്. കറ പുരണ്ട തുണി പോലെ, ആ വാക്കിൻ്റെയൊക്കെ മൂലഭാഷയിലെ അർത്ഥത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്പം കൂടെ അത് കേൾക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട് വരുന്നൊരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കറ പുരണ്ട തുണി എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക്, സഹോദരിമാർക്കൊക്കെ ആ വാക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് നോക്കിയോളൂ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നാം എന്തെല്ലാം നീതി പ്രവൃത്തികൾ നാം ചെയ്തു എന്ന് പറഞ്ഞാലും ഈ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ മുൻപാകെ എന്താണ്? ദൈവത്തിൻ്റെ മുൻപാകെ കറ പുരണ്ട തുണി പോലെ മാത്രമായിരിക്കുമ്പോൾ, അങ്ങനെയുള്ളതായ നാം ഒരു നീതി പ്രവൃത്തിയും നമ്മിൽ പറവാനില്ലാതിരുന്നപ്പോൾ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന പേരാണ് വി ആർ ഗോഡ്സ് ഹോളി പീപ്പിൾ, വി ആർ ഗോഡ്സ് സെയിൻസ്. ദൈവം നമ്മെ വിശുദ്ധന്മാരായി തീർത്തിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, സൺസ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേൽ മക്കൾ എന്ന് പറയുന്നത് യാക്കോബിൻ്റെ സന്തതിയായി അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് വന്ന യാക്കോബിൻ്റെ മക്കളെ ഇസ്രയേൽ മക്കൾ എന്ന് പറയുന്നു. ബട്ട് റിമെമ്പർ, വി ആർ ഗോഡ്സ് ഇസ്രായേൽ. നാം ദൈവത്തിൻ്റെ ഇസ്രായേലാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ജാതിപരമായ വംശാവലി വെച്ച് നോക്കുമ്പോൾ
ഇസ്രായേലിൽ നമുക്ക് പറവാൻ കഴിയുകയില്ലെങ്കിലും എഫേസ്യ ലേഖനത്തിലെ പല വാക്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നാം വായിച്ച് നോക്കുക. മുമ്പ് നമുക്ക് ഈ ഇസ്രായേലിൻ്റെ ആ സിറ്റിസൺഷിപ്പുമായിട്ടോ അല്ലെ അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ ഇസ്രായേലിൻ്റെ പൗരന്മാരായി നാം തീർന്നിരിക്കുകയാണ്. ഒരു വാക്യം നമുക്ക് നോക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 11. എഫേഷ്യൻസ് 2:11. മതി. ഓക്കെ. സോ നാം മുമ്പേ ആരായിരുന്നു? മുമ്പേ നമ്മൾ പ്രകൃതിയാൽ വി വെർ ജെൻറ്റൈൽസ്, വി വെർ ഹീതൻസ്, വി വെർ നോട്ട് ഇസ്രായേൽ പീപ്പിൾ. ബട്ട് നൗ വി ഗോട്ട് എ ഡിവൈൻ ഓർ എ സ്പിരിച്വൽ സർക്കംസിഷൻ ഫ്രം ഗോഡ് വെൻ വി ബിലീവ്ഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ളതായ ആ കയ്യാലുള്ള പരിച്ഛേദന അല്ല, ആ പരിച്ഛേദന അല്ലാത്ത ഒരു പ്രത്യേക ഒരു രീതിയിൽ കൂടി ദൈവം നമ്മെ മറ്റുള്ളവർ വിളിച്ചിരുന്നതായ പേര് അഗ്രചർമ്മികളെന്നൊക്കെ ആയിരുന്നു. എന്നാൽ നാം ഇസ്രായേൽക്കാർ എന്നുള്ളതായ ആ പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇസ്രായേൽ ജനത. 6-ാം അധ്യായം ഗലാത്യൻസ് 6:16 ഓൾസോ ഒരു വാക്യം കൂടെ. ഗലാത്യർ 6:16. Let peace be upon them എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തിരുന്ന അടുത്തൊരു വാക്കാണ് upon the Israel of God. ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവസഭയ്ക്ക് ഗലാത്യയിലുള്ളതായ ദൈവസഭയെ അപ്പോസ്തലൻ വിളിക്കുന്നൊരു പേരാണ്. നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ ഇസ്രായേലാണ്. ദൈവത്തിൻ്റെ ഇസ്രായേലാണ്. ലോകം നോക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ കാറ്റഗറിക്ക് നിങ്ങൾ വരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആ ഇസ്രായേലായിട്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കേണ്ട. അവിടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അല്ലെങ്കിൽ നാം ഇതിനോടൊന്നും ബന്ധമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതിരുന്ന നമ്മെ ദൈവം ആ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നു. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. വി ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ ആൻഡ് വി ആർ സെയിൻസ് ഓഫ് ഗോഡ്. പിന്നീട് വി ആർ സൺസ് ഓഫ് ഇസ്രായേൽ, ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. ദെൻ 4-ാമത്തെ കാര്യം എന്തായിരുന്നു? ഒരു കാര്യം കൊണ്ടല്ലോ. വി ആർ എ പീപ്പിൾ നിയർ ടു ഗോഡ്. ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമാണ്. എഫേസ്യർ 2:13 നോക്കിക്കേ. എഫേഷ്യൻസ് 2:13. മതി. മുമ്പേ നമുക്ക് കൊടുത്തിരുന്നൊരു പേരാണ് വി വെയർ ഡിസ്റ്റന്റ്, വി വെയർ ഫാർ ഫ്രം ഗോഡ്. നമ്മൾ ദൂരസ്ഥരായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആരായി തീർന്നു? By the blood of Jesus Christ we have been brought near by the blood of Christ. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം ഇപ്പോൾ സമീപസ്ഥരായി തീർന്നു. വെളിപ്പാട് പുസ്തകം 21:3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പുതിയ യെരൂശലേം ഇറങ്ങി വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന വാക്യം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുന്നത് അക്ഷരിക ഇസ്രായേലിന് ഒരിക്കലും ചിന്തിപ്പാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല. എന്നാൽ നമ്മെക്കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക്, നാം ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ജനമായതുകൊണ്ട് ആ വലിയ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ആദ്യത്തെ 6 വാക്യങ്ങളിൽ പ്രപഞ്ചത്തിലുള്ളതായ സകലരും അല്ലെങ്കിൽ സ്വർഗത്തിലുള്ളതായ സൃഷ്ടികളും ദൂതന്മാരും ഒക്കെ യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു. 7-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ സ്വർഗത്തിൽ ഉള്ളതല്ല, ഈ ഭൂമിയിൽ ഉള്ളതായ സകല ജന്തുക്കളും ജീവനുള്ളതും ഇല്ലാത്തതും ഒക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തുതിക്കട്ടെ എന്നുള്ള വാക്ക് ഈ സങ്കീർത്തനത്തിൽ 13 പ്രാവശ്യം ആ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ 6 മുതൽ 7, 8, 9 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ 23 കൂട്ടം ആളുകളുടെ പേരുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പർവ്വതങ്ങൾ, കുന്നുകൾ, ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ. സമയം കൊള്ളപ്പോഴൊക്കെ ഒന്ന് എണ്ണി നോക്കുക. അവരെ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നാം ഓർക്കേണ്ട കാര്യം, ആരാണ് ദൈവത്തിന് സ്തുതിയും മഹത്വവും കൂടുതലായി കൊടുക്കുവാൻ അർഹതയുള്ളത് അല്ലെങ്കിൽ അതിന് കടപ്പാടുള്ളത് ആരാണ്? 4-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, ഒടുവിലത്തെ വാക്യത്തിൽ വായിച്ചത്, ദൈവം നമ്മെ സ്വന്തം ജനമാക്കി തീർത്തു, ദൈവം നമ്മെ സാക്ഷാൽ ഇസ്രായേലാക്കി തീർത്തു, ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമാക്കി ദൈവം നമ്മെ തീർത്തു, പിന്നീട് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാക്കി ദൈവം നമ്മെ പ്രഖ്യാപിച്ചെങ്കിൽ ഇതിനൊരു മൂല കാരണമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഒരു കൊമ്പിനെ ഉയർത്തി എന്നൊരു വാക്കോടെ അവിടെ കാണുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ, ഹി ഹാസ് എക്സോൾട്ടഡ് എ ഹോൺ ഫോർ അസ്. നമുക്ക് വേണ്ടി ഒരു കൊമ്പിനെ ഉയർത്തി. ഈ കൊമ്പ് ആരാണെന്ന് പറയാമോ? നമുക്ക് വേണ്ടി ഉയർത്തിയ കൊമ്പെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. സക്കറിയ പ്രവാചകൻ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കുക.
69-ാമത്തെ വാക്യത്തിൽ അവിടെ സക്കരിയാവിൻ്റെ ഒരു പാട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്നാപക യോഹന്നാൻ്റെ പിതാവായ സക്കരിയാവ് പാടുന്ന പാട്ടിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു കൊമ്പിനെ നീ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ കുറിച്ച്, മശിഹായെക്കുറിച്ച് പറയുന്ന വാക്യം നമുക്ക് കാണുവാൻ കഴിയും. ഈ കൊമ്പിനെ ദൈവം നമുക്ക് വേണ്ടി ഉയർത്തി. നോക്കുക, നാം താഴ്ചയിൽ കിടന്നവരായിരുന്നു, നാം അധപ്പതനത്തിലായിരുന്നു, നമുക്കൊന്നും പുകഴുവാനുണ്ടായിരുന്നില്ല. ഏറ്റവും താണ അവസ്ഥയിൽ കിടന്നതായ നമ്മെ ഉയർത്തുവാൻ വേണ്ടി ദൈവം തന്നെ ഒരു കൊമ്പിനെ നമുക്ക് വേണ്ടി ഉയർത്തി. ആ കൊമ്പാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കൊമ്പിനെ ഉയർത്തിയത് കൊണ്ട് നാം ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്, നാം ദൈവത്തിൻ്റെ സാക്ഷാൽ ഇസ്രായേല്യരാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാക്കി ദൈവം നമ്മെ തീർത്തെങ്കിൽ ഈ ഭൂമിയിലുള്ളതായ സകല വസ്തുക്കളും ജീവികളും സ്വർഗത്തിലുള്ളതായ ദൂതന്മാരും സകലരും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് ഓർക്കുവാനുള്ളത്, അവരോടൊന്നും നമ്മെ താരതമ്യപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും ഇല്ലാതിരുന്നപ്പോൾ താഴ്ചയിൽ നിന്ന് എന്നെ ഉയർത്തിയ ഈ വലിയ ദൈവത്തെ, എനിക്ക് വേണ്ടി ഒരു കൊമ്പിനെ ഉയർത്തിയതായ ഈ ദൈവത്തെ ഞാൻ എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കും? അതുകൊണ്ട് നമുക്ക് ആരാധനയ്ക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സൈലൻ്റായി ഇത് കേട്ടുകൊണ്ടൊക്കെ ഇവിടെ ഇരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആ വലിയ പദവി എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിനെ ധാരാളമായി സ്തുതിപ്പാൻ നമുക്കിടയായി തീരട്ടെ. പ്രപഞ്ചവും സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ സ്വന്തം സൃഷ്ടിയായി ദൈവം ഉയർത്തിയിരിക്കുന്നതായ സ്വജനമായ, അടുത്തിരിക്കുന്ന ജനമായ നമുക്ക് ദൈവത്തെ അധികമായി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ